ഹലോ. ഇന്നെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് അമ്പലത്തിൽ വെച്ചാണ്. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തൊഴുതാനൊക്കെ ശേഷം നമ്മൾ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കോഫിയും പിന്നെ ഈ കട്ട്ലറ്റും കഴിക്കുമായിരുന്നു. കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് അടുത്ത ഷോപ്പിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ സെലക്ഷൻ ചെയ്യുന്ന ആൾ അവളാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് രാജി. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് എടുക്കുകയാണ്. ചിലത് ഇതൊക്കെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അവളോട് പറയാം എടുത്ത് വെച്ചേന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് വെപ്പിക്കുന്നതാണ്. ഇവള് വേറെ ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളെ സ്കിൻ ടോണായിട്ട് ചേരുന്ന ഒരു കളറ്, ഇച്ചിരി ബ്രൈറ്റ് കളർ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ നോക്കുവാണ്. പിന്നെ വന്ന കൂട്ടത്തിൽ അവിടെ മൊത്തത്തിൽ ഞാനൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. സംഭവം നമ്മളൊരു ചുരിദാർ മെറ്റീരിയലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതിയിട്ട് വെറുതെ അവിടെ എല്ലാം മെറ്റീരിയൽസും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. എല്ലാം നമുക്ക് ഒന്നിനൊന്നിനെ മെച്ചമായിട്ട് തോന്നുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. കൊള്ളായിരുന്നു, അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, മിക്കതും ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൾക്ക് ചേരുന്ന ഒരു ടൈപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ്. ചിലതൊക്കെ ഭയങ്കര ഓവർ വർക്കായിരിക്കും. അപ്പോൾ അവളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് അവളുടെ ഒരു ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അവൾക്ക് ഏതായിരിക്കും ഇഷ്ടപ്പെടാൻ സാധ്യത. പക്ഷേ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നതല്ല കേട്ടോ നമ്മൾ ലാസ്റ്റ് എടുത്തത് ഞാൻ വേണമെങ്കിൽ ഇതിൽ കാണിച്ചേക്കാം ലാസ്റ്റ്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എടുക്കാൻ വരുമ്പോഴത്തേക്കൊന്നും ഇങ്ങനത്തത് കാണത്തില്ല. കുറേ അത്യാവശ്യം കൊള്ളായിരുന്നു. ഇപ്പുറ സൈഡുള്ളതൊന്നും ഞാൻ എടുത്തില്ല. അവിടെ കുറച്ചുകൂടെ പ്രീമിയം ലെവലുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെറുതെ ഒന്ന് സാരിയൊക്കെ നോക്കിയാലോ. സാരി നമ്മുടെ പ്ലാനിലുണ്ട്, പക്ഷെ ചുരിദാർ മെറ്റീരിയലാണ് നമുക്ക് എടുക്കുന്നത്. സാരിയേക്കാൾ അവൾ എപ്പോഴും കൂടുതൽ വെയർ ചെയ്യാൻ സാധ്യത മെറ്റീരിയൽ ചുരിദാറാണ്. അപ്പോൾ സൽവാർ ആയത് കാരണം നമ്മൾ സാരിയിലോട്ട് അധികം നോക്കില്ലെങ്കിലും ഉള്ളതൊക്കെ വെറുതെ ഒന്ന് വന്ന സ്ഥിതിക്കൊന്ന് നോക്കിയേക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ. നമ്മളിങ്ങനെ ഈ ഒരു മെറ്റീരിയൽ സാരി എന്തോ ഇതിനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാരി ആണല്ലോ. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഇവള് പറയുക, നീ 90s ആണോ 80s വസന്തങ്ങളിലേക്ക് നീ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്കുറഞ്ഞ് അവിടെ നിന്ന് മാറ്റിച്ചു. പക്ഷേ എനിക്ക് ആ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തെങ്കിലും അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് ഓരോന്നും പറഞ്ഞ് നടക്കുകയാണ്. ഒരുപാട് കഥകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ വെറുതെ സാരിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാരി സെക്ഷനൊക്കെ ഇത് കുറച്ച് പ്രീമിയം ലെവലാണെന്ന് തോന്നുന്നു. വെറുതെ നമ്മളത് നോക്കുകയാണ്. അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. അപ്പം ഇത് തന്നെയായിരുന്നു നടപ്പ്. കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. എല്ലാം ഇങ്ങനെ നമ്മൾ വന്ന സ്ഥിതിക്ക് എല്ലാ സെക്ഷനും നോക്കുകയാണ്. പിന്നെ ഇവക്കൊരു ബാഗ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ബാഗിൻ്റെ സെക്ഷനിലേക്ക് വന്ന് നമ്മളിങ്ങനെ ബാഗൊക്കെ നോക്കുകയാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു ബാഗ് വാങ്ങിയത് കാരണം എടുത്തില്ല. പക്ഷെ അവൾ എടുക്കാൻ ഉദ്ദേശമുണ്ടെന്ന് തോന്നി, പക്ഷെ എടുത്തില്ല അവസാനം. പക്ഷെ അവൾക്ക് 1-2 ഇതൊക്കെ ഇഷ്ടമാണ്. ഈ ബാഗ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെന്തോ എടുത്തില്ല. അതെന്താ അവൾ എടുക്കാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. അവൾ എടുത്തില്ല. അത് ഒരുപാട് സമയം ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു, പല മോഡലുകളിൽ വെയർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എടുത്തില്ല അവസാനം. ബാഗൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ സെക്ഷൻ ടൈപ്പ് ബാഗൊക്കെ നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ ഓരോ പുതിയ ടൈപ്പൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. രാജിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അതിൻ്റെ വ്യാപ്തിയൊക്കെ നോക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു പേഴ്സുകൾ ഒക്കെ കണ്ടിട്ട് രാജി ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വാങ്ങിയോയെന്ന് ചോദിച്ചാൽ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയി. ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പം അതിന് ചേർന്നിടാൻ പറ്റുന്നൊരു ചെരുപ്പ് എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു.
ഒരു രാജാക്കന്മാരൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു ഷൂ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ അതവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ക്ഷീണിതരായപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് വന്നു. അവിടെ വന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കൻ കോംബോ ആയിട്ടുള്ള ഫുഡാണ് ഓർഡർ ചെയ്തത്. അതും പിന്നെ എന്താണ് ലൈമും അങ്ങനെ അതെല്ലാം കഴിച്ച് അപ്പോഴാണ് സത്യത്തിൽ സമാധാനം. നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. രാവിലെ ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കഴിച്ച കോഫിയും കട്ട്ലറ്റും മാത്രമേ എൻ്റെ വയറ്റിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടെ കഴിച്ചപ്പോഴത്തേക്കുമാണ് ഒന്ന് സമാധാനമായത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് സെക്ഷനിലോട്ട് വന്ന്, അവിടെ എന്തിനാണ് വന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വന്നതാണ്. അതൊന്നും നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഇവിടെയും ജസ്റ്റ് ഒന്ന് കറങ്ങി, മെയിൻ ഞങ്ങൾക്ക് വർത്തമാനം പറഞ്ഞ് നടക്കുക, വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. വെറുതെ ഇങ്ങനെ സമയം കളയുക. പിന്നെ വേറെ ഫാൻസി സെക്ഷനിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. ആ സമയത്ത് ആക്രാന്തം മൂത്ത് ഏത് വാങ്ങണമെന്നുള്ള ഇതിൽ ഞാൻ വീഡിയോ എടുക്കാനും വിട്ടുപോയി. അപ്പോൾ എന്തോ കുറേ നാൾക്ക് ശേഷം ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടതിൻ്റെ സന്തോഷം, മറ്റൊരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കല്യാണം കൂടാൻ പോകുന്നതിൻ്റെ സന്തോഷം, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ അന്നേ ദിവസം പിരിഞ്ഞു. അത്രയേ ഉള്ളൂ. താങ്ക് യു.